ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തുളസി ചെടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതൊന്നും ജ്യോത്സ്യമല്ല കേട്ടോ. ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ചെടികളെ പറ്റി പറയുമ്പോഴൊക്കെ ജ്യോത്സ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ജ്യോത്സ്യമൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഏത് ചെടികൾ നട്ടാലും അതിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിക്കാറുണ്ട്. അന്വേഷിച്ച് അതിൻ്റെ രീതികളിൽ ആ ചെടികളൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കാറുണ്ട്. ചില ചെടികളൊക്കെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വെക്കുന്നതൊക്കെ നമുക്ക് ദോഷങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. അതൊക്കെ ഓരോ കാര്യങ്ങൾ, അതിലൊക്കെ കുറച്ചൊക്കെ സത്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചിലരൊക്കെ പറയും അന്ധവിശ്വാസം പരത്തുന്നു എന്നൊക്കെ പറയും. ഇതൊന്നും അന്ധവിശ്വാസമൊന്നുമല്ല. ഇതൊക്കെ വർഷങ്ങളായിക്കൊണ്ട് തലമുറകളായിക്കൊണ്ട് ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നോക്കുന്നവരുടെ ഇങ്ങനെ നോക്കത്തില്ല എന്ന് പറയുന്നവരായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെല്ലാം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ചെടികളെ പറ്റി ഒക്കെയാണ് പറയുന്നത്, ഇന്നത്തെ തുളസി ചെടികളെ പറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തുളസി ചെടിയെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ തുളസി നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരുപാട് ഉണ്ടാകാറുണ്ട്. മഴ ആയതുകൊണ്ട് ഇതിൻ്റെ അരികൾ വീണ് എവിടെ വേണേലും ഉണ്ടാകും. അതിന് പ്രത്യേകിച്ച് സ്ഥാനമോ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഇഷ്ടമുള്ളിടത്തൊക്കെ അതങ്ങ് വളർന്നു വരും മഴയും ഒക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ തുളസി ഒരുപാട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വളർന്നു വരുന്നത് നല്ലതാണ്. പക്ഷേ അത് നല്ല രീതിക്ക് വളർന്നു വരുന്ന തുളസികളായിരിക്കണം. നല്ലപോലെ തഴച്ച് വളരുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നല്ല തിക്കായിട്ട് നല്ല ഇതായിട്ട്, അല്ലാതെ മുരടിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടായി ഒലിച്ചിരിക്കുമ്പോഴത്തേക്ക് വാടിപ്പോകുന്നോ അങ്ങനെയുള്ള തുളസികളൊന്നും ആയിരിക്കരുത്. നല്ല സൈസ് തുളസികളായിരിക്കണം കിളുത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യമാണ് വീടിനുണ്ടാകുന്നത്. അത് നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്തും കിഴക്ക് വശത്തുമായിട്ടൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. വടക്ക് വശത്തും വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും നല്ലതാണ് തുളസി ചെടികൾ. തുളസി ചെടി നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്ത് തന്നെ കിളിർത്ത് വന്നാലും അത് പറിച്ച് കളയണം. കാര്യം അത് ഭയങ്കര ദോഷമാണ്. ഇപ്പോൾ പറയും തുളസി പറിച്ച് കളയാൻ, ഞാൻ പറഞ്ഞു ഇതാന്നൊക്കെ പറഞ്ഞ് ഇല്ല. നിങ്ങൾ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും തുളസി നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്ത് തുളസി വളരുന്നത് ഭയങ്കര ദോഷമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒട്ടുമേ ഒരു കുഞ്ഞു തൈ പോലും കിളുക്കാൻ പാടില്ല. കന്നിമൂലയ്ക്ക് ഒരിക്കലും തുളസി ഉണ്ടാകാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തുളസി നിങ്ങൾ ആ ഒരു വശത്ത് തുളസി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് പറിച്ച് കളയുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന് അതിൻ്റേതായ ദോഷങ്ങൾ സംഭവിച്ചേക്കാം. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കും ഒരു മോശം അവസ്ഥയിലേക്ക് നമ്മൾ പോകും, സാമ്പത്തിക മോശം അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് പറയുന്നത് വീടിൻ്റെ കന്നിമൂലയ്ക്ക് തുളസി പാടില്ല എന്ന് പറയുന്നത്. കന്നിമൂല എന്ന് പറയുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. ആ വശത്ത് നമ്മൾ തുളസി നടാനും പാടില്ല. തുളസി കിളുത്ത് വരുന്നതും ദോഷമാണ്. അപ്പം തുളസി നമ്മൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തിക്കായിട്ടുണ്ടായി നിൽക്കുന്നതിലും നമ്മൾ തുളസി നട്ട് ഈ മുറ്റത്ത് ചുമ്മാ ഇങ്ങനെ തുളസി ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തുളസി നമ്മളൊരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്ത് നടുന്നതാണ് നല്ലത്. ലക്ഷ്മി കടാക്ഷമുള്ള ചെടി എന്നാണ് പറയുന്നത് തുളസിച്ചെടി. തുളസിച്ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അത് സൂക്ഷിച്ച് കൊണ്ടുപോകുക തന്നെ ചെയ്യണം. ഒരു തുളസി നമ്മുടെ വീട്ടിൽ നട്ട് അത് കിളുത്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അത് ഉയർച്ചയാണോ അതോ നമുക്ക് ദോഷമാണോ മോശം അവസ്ഥയിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. തുളസി നല്ലതായിട്ട് തിക്കായിട്ട് വളർന്ന് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യമാണ് വീട്ടിലുണ്ടാകുന്നതെന്നാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഉയർച്ചകളാണ് ഉണ്ടാകുന്നതെന്നാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ചില തുളസി എന്ന് പറഞ്ഞാൽ വളർന്നിങ്ങോട്ട് നല്ല ആർത്ത് കിളുത്ത് വരും. ആ കിളുത്ത് വരുന്ന ഒപ്പം തന്നെ അത് വാടിപ്പോകും, പെട്ടെന്നങ്ങ് വാടിപ്പോകും. അതും നമ്മുടെ വീടിന് ദോഷമാണ്. അങ്ങനെ വരുന്നത് നമ്മളെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് പോകുന്നുള്ള ലക്ഷണങ്ങളാണ് അതൊക്കെ കാണിക്കുന്നത്. അതുപോലെ തുളസി ഉണങ്ങി പോകുന്നത് നമ്മുടെ വീടിന് ഭയങ്കര ദോഷമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മളത് പറിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. അത് അവിടെ തന്നെ നിർത്തി ഉണങ്ങി അത് മൊത്തം നശിക്കാനായിട്ട് നമ്മൾ നിർത്തിയേക്കരുത്. ആ തുളസി വാടി നമ്മളത് എങ്ങനെ നോക്കിയാൽ അത് കിളിർത്ത് വരികയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ തുളസി പറിച്ച് കളയുന്നതാണ് നല്ലത്. കളഞ്ഞിച്ച് അവിടെ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മൾ നല്ലൊരു തുളസി നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഈ തുളസി കിളുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയിൽ പൂ ഉണ്ടാകാറുണ്ട്. ആ പൂ ഉണ്ടാകുന്നത് നിങ്ങൾ നുള്ളിക്കളയുക. അത് നിന്നാലും നമ്മുടെ ചെടി പെട്ടെന്ന് നമുക്കങ്ങ് മുരടിച്ചും ഒരുമാതിരി ഉണങ്ങി വാടിപ്പോകാറുണ്ട്. ആ പൂക്കളുണ്ടാകുന്നത് നമ്മൾ നുള്ളി അത് വൈകിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത്, ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വിളക്ക് കത്തിക്കാൻ നേരം വൈകുന്നേരം ഇങ്ങനെ തുളസിപ്പൂ നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത്. നുള്ളിയെടുത്ത് നമ്മൾ ആ പൂ കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കും. അപ്പോൾ ആ ഇല വീണ്ടും അതിന് ഇലച്ചിൽ വന്ന് നല്ല തിക്കായിട്ടുണ്ടായി നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ തുളസി നുള്ളുന്നതിനും ദിവസങ്ങളുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ നുള്ളാൻ പാടില്ല. പിന്നെ ഏകാദശിക്ക് നുള്ളാൻ പാടില്ല. പിന്നെ നമ്മൾ സൂര്യഗ്രഹണം പിന്നെ ചന്ദ്രഗ്രഹണം അങ്ങനെയൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിതിൽ നിന്ന് നുള്ളാൻ പാടില്ല. അതിൽ പറിച്ചെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാനും ഇത് നമ്മൾ നനച്ച് വിടാൻ പാടില്ല. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കില്ല, അങ്ങനെ നനച്ച് വിടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ
സന്ധി മയങ്ങിയതിന് ശേഷം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ അതിൽ നിന്ന് നുള്ളിയെടുക്കാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സന്ധി മയങ്ങിയതിന് ശേഷം നമ്മൾ ഈ തുളസിപ്പൂ നുള്ളരുതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ എന്നോർത്ത് പറഞ്ഞാണ്. പിന്നെ തുളസി നടാനായിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, വടക്ക് കിഴക്ക് ഭാഗത്ത് നടുന്നത് നല്ലതാണ്. പിന്നെ വടക്ക് ഭാഗത്ത് മാത്രമായിട്ട് നടുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കിഴക്ക് തെക്ക് ഭാഗത്ത് നടുന്നത് നല്ലതാണ്. കിഴക്ക് തെക്ക്, തെക്ക് മാത്രമല്ല, തെക്ക് പടിഞ്ഞാറല്ല കേട്ടോ, തെക്ക് മാത്രമല്ല പറഞ്ഞേ, കിഴക്ക് തെക്ക് മൂലയില്ല ആ ഭാഗത്തൊക്കെ നടുന്നത് നല്ലതാണ്. അതേസമയം നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതാണ് ഏറ്റവും വലിയ ദോഷമായിട്ടുള്ളത്. അവിടെ തന്നെ തുളസി കിളുത്ത് വന്നാലും നമുക്ക് എന്നതോ ദോഷം സംഭവിക്കാൻ പോകുന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. ഇത് കേട്ടാലും പേടിക്കൊന്നും വേണ്ട. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറിച്ച് കളയുക എന്തെങ്കിലും ചെയ്താൽ മതി. ആ ഒരു അങ്ങനെയുള്ളത് നമ്മളെന്നാലും മിറ്റം തൂത്ത് വാരാത്തവരാരുമില്ല. എല്ലാവരും ദിവസവും മിറ്റം തൂത്ത് വാരുന്നവരാണ്. അവിടെ നമ്മൾ തൂത്ത് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തുളസിത്തെ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവിടെ നിന്ന് അത് പറിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടേ നട്ട് വെക്കുക. അങ്ങനെ ചെയ്യുക. അവിടെ വളരാനായിട്ട് സമ്മതിക്കാതിരുന്നാൽ മതി. പിന്നെ നമ്മൾ തുളസിച്ചെടി നടുന്നതിന് ഓരോ എണ്ണങ്ങളുണ്ട്. തുളസിച്ചെടി ഒന്നെങ്കിൽ ഒരെണ്ണമായിട്ട് നടുക, ഇല്ലെങ്കിൽ 3 എണ്ണമായിട്ട് ഇടുക, ഇല്ല 5 എണ്ണമായിട്ട്. അങ്ങനെ ഒറ്റ സംഖ്യയിൽ എപ്പോഴും തുളസിച്ചെടി നട്ടു വെക്കാവുള്ളൂ. ഒറ്റ സംഖ്യയായിട്ട് നമ്മളിങ്ങനെ തുളസിച്ചെടി നടരുതെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് തുളസിച്ചെടി നമ്മുടെ വീടിൻ്റെ ഡോറ് തുറന്ന് വരുന്നതേ നമ്മൾ കാണാവുന്ന രീതിയിൽ നല്ലപോലെ, അതും ഉണങ്ങിയതോ വാടിയതോ അങ്ങനെയുള്ള തുളസിച്ചെടികൾ മുരടിച്ചതൊന്നും ആയിരിക്കരുത് നമ്മൾ വെക്കുന്നത്. ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ നട്ടു വെക്കാന്നുണ്ടെങ്കിൽ, നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഈ തുളസിത്തറ, ഓരോ വീടിൻ്റെ ഫ്രണ്ട് വശത്തുണ്ട് തുളസിത്തറ. അത് പണ്ടുള്ള മിക്ക വീടുകളിലും ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ചില വീടുകൾക്കൊക്കെ വാസ്തു വെച്ച് നോക്കുമ്പോൾ തുളസി അങ്ങനെ നടാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ നടത്തില്ല. അതല്ല, വീടിന് ദോഷമൊന്നുമില്ല, നമ്മൾ ആ തുളസിത്തറ അവിടെ വെക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ. പിന്നെ തുളസിത്തറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല ശുദ്ധവൃത്തിയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ നമ്മളൊരു ശുദ്ധിയില്ലാഴികയോടുകൂടി പോയി അതേ തൊടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ദോഷങ്ങളാണ് നമുക്ക് വീടുകൾക്ക് വരുന്നത്. തുളസിത്തറയിൽ ഒരു തുളസി നമ്മൾ നട്ടു വെച്ചാൽ അത് നല്ല രീതിക്ക് കിളുത്ത് വന്ന് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് നല്ലൊരു തൈ നട്ടുപിടിപ്പിച്ച് നല്ല ഇതായിട്ട് എടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. അത് മുഴുവനും മുരടിഞ്ഞമ്പല്ലേ ഉണങ്ങി കരിഞ്ഞ് അവിടെ വീഴാൻ സമ്മതിക്കുക. അത്രയും അത് ആ ഓരോ സ്റ്റേജും അതിൻ്റെ ഇങ്ങനെ കടന്ന് പോകുന്ന സമയം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടും ആ വീട് അങ്ങ് ക്ഷയിച്ചു പോകുന്ന പോലെ അങ്ങ് ആവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് തന്നെ നിർത്തുക. നല്ല രീതിക്ക് നമ്മൾ സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ തുളസിത്തറയിലൊക്കെ ഇങ്ങനെ തുളസി നട്ടു വെക്കാവുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയായിട്ട് നമുക്കിപ്പോൾ തുളസിത്തറയൊന്നും വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെടിച്ചട്ടി നമുക്ക് വെക്കാം. ചെടിച്ചട്ടി നമ്മൾ ആ തുളസി വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും എടുക്കുകയും ചെയ്യുന്നതിനാൽ അത് നല്ലപോലെ തഴച്ച് നല്ല ഇതായിട്ട് നിൽക്കുകയും ചെയ്യും. അതിനെ നമ്മൾ എപ്പോഴും നല്ല രീതിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് എന്നതിൽ ഇങ്ങനെ വാടുന്നു, മുരടിക്കുന്നു, അത് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോണം നമുക്ക് എന്നതോ ദോഷങ്ങൾ സംഭവിക്കാണ്ട് നമ്മുടെ മോശം അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അന്നേരം തന്നെ നമ്മളത് പറിച്ച് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളിങ്ങനെ പോകുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം അതിന് പ്രതിവിധികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് നമ്മളത് മാറ്റി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദോഷ സമയം അങ്ങ് മാറിക്കിട്ടും. കിട്ടിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ പറയും ഞാൻ ജോത്സ്യനൊന്നും അല്ല കേട്ടോ, ഈ ചെടിയെപ്പറ്റി ഇങ്ങനെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജ്യോത്സ്യം പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് മറ്റുള്ള അറിവുള്ളവരിൽ നിന്ന് നമ്മൾ കേട്ടറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് ആരും വരികയും വേണ്ട. കാര്യം ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. കന്നിമൂലയ്ക്ക് തുളസി ചെടി കിളുത്ത് തന്നെ വന്നാലും നിങ്ങളത് പറിച്ച് കളഞ്ഞേക്കുക. അത് നമ്മുടെ മോശം അവസ്ഥയിലാണ്. നമുക്കവിടെ ആ ഒരു നമുക്കൊരു ദോഷ സമയം എന്നാണ് അവിടെ തുളസി കിളുത്ത് വന്നാൽ ഇതുള്ളത്. അപ്പോൾ അത് പറിച്ച് മാറ്റി നടുവോ അല്ലെങ്കിൽ അത് പറിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ ഈ മഴ സമയമായിട്ട് ഇഷ്ടം പോലെയാണ് ഉണ്ടാകുന്നത്. ഞാനും ഇവിടെ ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കുറേ നാളായി ആ ഒരു തുളസിച്ചെടി ഞാൻ വെച്ച് മഴയ്ക്കൊക്കെ മുന്നേ എനിക്ക് തോന്നുന്നൊരു ജനുവരി ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ടാന്ന് തോന്നുന്നു വെച്ചാൽ, ജനുവരി മാസം എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ സമയത്ത് ഡിസംബറിലാണോ എന്ന് എനിക്കതിൽ ഒരു കുഞ്ഞ് തൈ എനിക്ക് കിട്ടിയതാണ്. അത് ഞാൻ നല്ല എനിക്ക് മുറ്റത്ത് അങ്ങനെ തുളസി അങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഈ ലോക്കട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇല്ലാതായി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ചെടി കൊണ്ടുവന്ന് ആദ്യം ഒരു ഇതായിട്ടാണ് നിന്നത്. പക്ഷേ അത് നല്ല രീതിക്ക് എല്ലാം സംരക്ഷിച്ച് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇപ്പോൾ നല്ല രീതിക്ക് അത് ആർത്ത് കിളുത്താണ് നിൽക്കുന്നത്, തിങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതിൽ പൂക്കൾ ഞാനിങ്ങനെ കളയാറുണ്ട്. പിന്നെ ആ ചെടിക്ക് വേണ്ട അത്യാവശ്യം വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് സംരക്ഷിച്ച് നിർത്താറുണ്ട്. അത് നമ്മളങ്ങനെ സംരക്ഷിക്കും കൂടി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഗുണങ്ങൾ നമുക്കാണ് കിട്ടുന്നത്. പിന്നെ വീടിൻ്റെ അടുക്കള വശത്ത് നമുക്ക് കാണാവുന്ന രീതിക്ക് തുളസി ചെടി നടുന്നത് നല്ലതെന്നാണ് പറയുന്നത്. നമ്മളത് നമ്മുടെ വീട്ടിലെ ഈ
കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി എല്ലാവരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അടുക്കള വശത്ത് ഒരു തുളസി ചെടി നമ്മൾ നട്ടുവെച്ചാൽ അതും ഇതായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം ലക്ഷ്മി കടാക്ഷമുള്ള ചെടിയാണ് ഈ തുളസി എന്ന് പറയുന്നത്. അത് അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് അത് നല്ല രീതിക്ക് നമ്മൾ നോക്കണമെന്നും പറഞ്ഞ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് തന്നെയാണ് കിട്ടുകയും ചെയ്യുന്നത്. അല്ലാതെ ഇത് അന്ധവിശ്വാസം മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് നിങ്ങളിതായിട്ടിരുന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിത് അന്ധവിശ്വാസം ഈ ചെടിയുടെ തമനയിൽ അല്ല ഈ വീഡിയോയുടെ തമനയിൽ ഞാൻ വെക്കുമ്പം ഇന്ന കാര്യമെന്ന് പറഞ്ഞാണ് വെക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വിശ്വാസം ഇല്ലാത്തൊരു ഇത് കാണാൻ വരുന്നത് എന്നതിനാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, വിശ്വാസം ഉള്ളവർ കണ്ടാൽ മതി, വിശ്വാസം ഉള്ളവർ ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇത് കാണുകയും ചെയ്യും, മുഴുവൻ ഇതിനകത്തെ കാര്യങ്ങൾ അറിയുകയും ചെയ്തതിന് ശേഷം ഒരു കുറ്റപ്പെടുത്തലുണ്ട് കേട്ടോ. അതാണ് കേൾക്കാൻ ഏറ്റവും രസം. ഇത് എന്നതിനാണ് ഇവർ ഈ പറഞ്ഞിച്ച് പോകുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ പൊക്കോട്ടെ. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളത് പറയാൻ നിൽക്കേണ്ട, നിങ്ങൾ പൊക്കോ, വിശ്വാസമുള്ളവർ കണ്ടാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എത്ര ആയിരുന്നിട്ടുള്ളത്, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളമൊക്കെ എത്തിയേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് അതുപോലെ തന്നെ മുന്നോട്ടും ഇനി സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരും നല്ല രീതിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോഴും പഴയ ഓരോ വീഡിയോയും അതിൻ്റെ കമൻറ്റുകൾ നമ്മുടെ പുതിയ വീഡിയോകളിൽ വന്ന് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചേച്ചി ആ വീഡിയോ എന്നതാ ഒന്നും കൂടെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ പേരുടെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ വീഡിയോയുടെ ഇത് പറഞ്ഞിട്ടുള്ള ഞാൻ സമയം അനുസരിച്ച് ഞാൻ ആ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അത് നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നോട് ചോദിക്കുന്ന ആ വീഡിയോ ഒന്നും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ. പിന്നെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് അവർക്ക് പ്രയോജനപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അതിലേറെ സന്തോഷമുണ്ട്. ഞാൻ ഇതിനകത്തിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അനുഭവത്തിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നത് മറ്റുള്ളവരോട് ചോദിച്ചും മനസ്സിലാക്കിയതിനും കൂടെ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ മഴ സമയമുണ്ട്, തുളസികൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എവിടെ വേണമെങ്കിലും അത് കിളുത്ത് വരാം. നമ്മുടെ മുറ്റം മുഴുവനും ആകാറുണ്ട്. അത് ഇങ്ങനെ നല്ല തൈകൾ മാത്രം നമ്മൾ നട്ടു വെക്കുക, ബാക്കിയുള്ളതെല്ലാം നമ്മൾ കളഞ്ഞേക്കുക. അത് നിർത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ വിശ്വാസമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത ചെടികളെ പറ്റിയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറ്റി എനിക്ക് അറിവുള്ളതും മറ്റുള്ളവരിൽ നിന്ന് അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്നോട് വീണ്ടും വീഡിയോ ചെയ്യാവോ, പഴയ വീഡിയോസ് ഞാൻ ഇട്ടതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള വീഡിയോസൊക്കെ ചെയ്തത് ഒന്നും കൂടി ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോടെല്ലാം ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങളെ ആരും മറന്നിട്ടല്ല കേട്ടോ, ഞാൻ ചെയ്യാം. അങ്ങനെയുള്ള ആ വീഡിയോ വീണ്ടും ഞാൻ ചെയ്യാം. അപ്പം എനിക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഒന്നരയുടെ വിട്ടൊക്കെ ഇടുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാമേ.